ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ അല്ല. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ കൂടി ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിഗ്നേച്ചർ വിത്ത് അശ്വതി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനല് സിനിമ, ട്രാവൽ, അതുപോലെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെ എല്ലാം കൂടി ഉള്ള ഒരു ചാനലാണ്. ഫസ്റ്റ്ലി ഞാൻ ഈ ചാനല് സിനിമ എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റണം എന്ന് എനിക്ക് പിന്നീടാണ് തോന്നിയത്. കാരണം ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുപോലെ ട്രാവൽ ചെയ്യുന്ന ആളാണ്, അതുപോലെ എൻ്റെ ലൈഫിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ അതും കൂടി പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ചാനലിൻ്റെ നെയിം ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കൂടുതലും ഇത്തരത്തിലുള്ള വീഡിയോസും ഒക്കെ ഇടാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ ത്രൂ ഔട്ടായിട്ട് സിനിമയുടെയും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ട്രാവല് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈമായിട്ട് എനിക്ക് കണ്ടന്റ് ക്രിയേഷനിൽ ചെയ്യാൻ പറ്റാറില്ല. പിന്നെ കൂടുതലും ഞാൻ ഇങ്ങനെ അതിനായിട്ട് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ടൈം ഇതിനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യുന്നത്. ഒരു വീക്ക് സ്റ്റാർട്ടിങ് തന്നെ എന്തൊക്കെ ചെയ്യണം, ഈ ആഴ്ച എന്തൊക്കെ വീഡിയോസ് ചെയ്യണം, എത്തരത്തിലുള്ള ചെയ്യണം, എന്തൊക്കെയാണ് വേറെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്, ഓഫീസ് ഏത് ദിവസമാണ് ലീവ്, ഏത് ദിവസമാണ് ഓഫ്, അതൊക്കെ മാനേജ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യും. അത് വെച്ചിട്ടാണ് ആ ഒരു 1 വീക്കിൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ മൂവി ഡേ ആണ്. മൂവി ഡേ എന്ന് പറയുന്നത് തേഴ്സ്ഡേ ഓർ ഫ്രൈഡേ. ഞാൻ ഇതിലേതെങ്കിലും ഒരു ദിവസം എനിക്ക് പറ്റുന്ന ഏത് ദിവസമാണോ എന്ന് വെച്ചിട്ട് ലീവും ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണോ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒരു ദിവസമാണ് ഞാൻ ലീവ് എടുക്കുക. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ മൂവീസുകൾ തേഴ്സ്ഡേ ഓർ ഫ്രൈഡേ ആണല്ലോ റിലീസിന് വരാറ്. അപ്പോൾ ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. എനിക്കങ്ങനെ കുറേ സിനിമകൾ കാണാൻ ആഗ്രഹമുണ്ട്, കുറേ സിനിമകൾ കാണണമെന്ന്. പക്ഷെ അത് പറ്റാറില്ല, സമയം ഉണ്ടാവില്ല. പിന്നെ വേറെയും പല പല കാരണങ്ങൾ കൊണ്ട് അത് പറ്റാറില്ല. പക്ഷെ വീക്കിലി ഒരു സിനിമ എന്തായാലും ഞാൻ കാണും. കണ്ടിട്ട് ബാക്കിയുള്ള സിനിമകൾ OTT വരുമ്പോഴാണ് പിന്നെ കാണുന്നത്. വീക്കിലി ഒരു സിനിമ എന്തായാലും കാണും. അത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളും ഞാൻ ചാനലിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ രേഖാചിത്രം കാണാൻ പോകുമ്പോൾ ഞാൻ റെഡി ആവുന്ന ഇതിന്റെ വിഷ്വൽസൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റു, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിച്ച് റെഡിയായി. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. ഫുഡ് ഞാൻ ഇന്ന് കഴിച്ചത് സേമിയോ ഉപ്പുമാവ്, അതുപോലെ ഒരു മുട്ട പുഴുങ്ങിയത് കഴിച്ചു. ഇത് രണ്ടുമാണ് കഴിച്ചത്. പിന്നെ ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല, പിന്നെ വെള്ളമാണ് കുടിക്കുന്നത്. സ്പെഷ്യൽ വെള്ളമൊന്നുമില്ല, നോർമൽ വാട്ടറാണ് മോർണിംഗ് കുടിക്കാറ്. അത് കഴിഞ്ഞ് അത് കഴിച്ചിട്ട് പിന്നെ സിനിമ കാണാൻ വേണ്ടി പോയി. സിനിമ നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ക്രൈം ത്രില്ലറാണ്. അതിൻ്റെ റിവ്യൂ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് ഫുഡ് കഴിച്ചത്. ഞാൻ മാക്സിമം ഹോംലി ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. പുറത്തുനിന്ന് കഴിക്കില്ല എന്നല്ല, പുറത്തുനിന്ന് വീക്ക്ലി വൺസ് ആണ് ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്നത്.
മാക്സിമം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും. പക്ഷെ എങ്ങനെയായാലും വീക്ക്ലി വൺസ് മാത്രമേ മാക്സിമം ഞാൻ അത് ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ തന്നെ കുക്ക് ചെയ്യുന്ന വീട്ടിലെ ഹോംലി ഫുഡ് തന്നെയാണ്. അതാണ് അതിന് മെയിൻ റീസൺ. പിന്നെ സെക്കൻഡ് റീസൺ നമ്മൾ കൂടുതലും അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്ന അത്ര ശരിയല്ലല്ലോ, നല്ലതല്ലല്ലോ, ഹെൽത്ത് ബോഡിക്ക് നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് ഡ്രസ്സ് വരെ ചേഞ്ച് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, റിവ്യൂ വീഡിയോ പറയാനുണ്ട്. അപ്പൊ ഞാൻ വന്ന ആ ഡ്രസ്സിൽ തന്നെ കൈയൊക്കെ കഴുകി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞാൻ വീഡിയോ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. അതിന്റെ വിഷ്വൽസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. പ്രിപ്പറേഷൻ ഒക്കെ നടത്തി ബുക്കിലെല്ലാം എഴുതിയൊക്കെ വെച്ച് പോയിന്റ് ഒക്കെ എഴുതി വെച്ചിട്ട് സെറ്റായി. അത് കഴിഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിന്റെ എഡിറ്റിംഗ് പരിപാടികളാണ്. ഞാൻ സിസ്റ്റത്തിലാണ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എന്താ ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നിയത്. കാരണം ഞാൻ മുമ്പേ എഡിറ്റിംഗ് ചെയ്യായിരുന്നു. അപ്പൊ അപ്പോഴും ഞാൻ സിസ്റ്റത്തിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പൊ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഫോണിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല. അത് പഠിക്കണം. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഫോണിൽ തന്നെയുള്ളത് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് ഇടാലോ. അപ്പൊ ഇത് സിസ്റ്റത്തിലേക്ക് മാറ്റി അവിടുന്ന് ചെയ്ത് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ടൈം ആവും. അതൊരു പ്രശ്നം തന്നെയാണ്. എനിക്ക് ഫോണിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, ഇങ്ങനെയായിരുന്നു എൻ്റെ ഡേ മുഴുവൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോ എഡിറ്റിംഗ് ആണ്. ഫുൾ റിവ്യൂ വീഡിയോ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്യും. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ഉണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് വേറെ വീഡിയോകൾ എഡിറ്റ് ചെയ്ത്, അപ്പൊ ഇനിയിപ്പോ രാത്രി വരെ ഇത് തന്നെയാണ് പരിപാടി. എഡിറ്റിങ്, കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്, എന്തൊക്കെയാണ് പ്ലാന് കാര്യങ്ങൾ, അതൊക്കെ നോക്കലാണ് ഇന്ന് മെയിൻ പരിപാടി. അപ്പൊ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പല കാര്യങ്ങളുമാണ് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കണം. ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ഒക്കെ ആയിട്ട്, ഷെയർ ഒക്കെ ആയിട്ട് എന്നെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പൊ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം കേട്ടോ. ഓക്കെ, ബൈ.